അജ്ഞാത ജീവിയുടെ ഭീഷണിയിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല. പ്രദേശത്തിനിറങ്ങിയത് പുലിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒന്നിലധികം പുലികളുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഭാരതീയപുരത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. അജ്ഞാത ജീവിയുടെ ഭീഷണിയിലാണ് ഇപ്പോൾ ഏരൂർ ഭാരതീപുരം പ്രദേശം. ഇവിടെ പുലിയാണ് എന്നാണ് ഇവിടെ ഈ ജീവിയെ കണ്ട പലരും പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഭാരതീപുരം കുതിരച്ചിറ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ്. ഇവിടെ ഈ മണൽപ്പുറത്ത്, ഈ പാറപ്പൊടിയുടെ പുറത്ത് ഒരു 4 പാടുകൾ, നമുക്ക് കാൽപ്പാടുകൾ കാണാനും സാധിക്കുന്നുണ്ട്. ഏതായാലും പുലിയാണ് എന്നുള്ളൊരു സംശയം തന്നെയാണ് പല ആളുകളും പറയുന്നത്. കാരണം ഇതിനെ നേരിട്ട് കണ്ട ആൾക്കാരുമുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ഇതിനെ നേരിൽ കണ്ടതായാണ് പറയുന്നത്. ആ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അമ്മ, എന്താണ് കണ്ടത്? ഇത് പുലിയാണെന്ന് അമ്മയ്ക്ക് ഉറപ്പാണോ? ഉറപ്പാ, പുലിയാണെന്ന് ഉറപ്പാ. എങ്ങനെയാണ് കണ്ടത്? ആ സാഹചര്യം ഒന്ന് പറയാം. സാഹചര്യം ഞാൻ തലേ ദിവസത്തെ കാര്യം പറയാം. തലേ ദിവസം മരുമോളും പിള്ളേരും കൂടെ സിറ്റ് ഔട്ടിലിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ പുറത്തേക്ക് വശത്ത് വനമാണ്, പവണ്ടല്ലോ 10 സെൻറ്റിൻ്റെ ഇത്. അപ്പോൾ അവിടെ വല്ലാത്തൊരു ഒരിക്കലും കേൾക്കാത്തൊരു ശബ്ദം, മുറുങ്ങലും കണ്ടത്. ഞാൻ തുണിയലൊക്കെ കഴുകി ഇങ്ങനെ ഒരു വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പയ്യെ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ പവണ്ടറിലാണെന്നുള്ളത് തീർച്ചയായി. അങ്ങനെ ഞാൻ പയ്യെ നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ പുലിയാണ്. അപ്പം ഞാൻ ഓർക്കാതെ ചുമച്ച് പോയപ്പോഴാണ് ഈ പുലി തല പൊക്കി എൻ്റെ നേരെ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടി. പുലിയാണെന്ന് കണ്ടിരുന്നു? ഞാൻ കണ്ടായിരുന്നു. ഞാൻ വിളക്കുപാറ ഓട്ടം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഓയിൽ ഫാമിനുള്ളിൽ വെച്ചാൽ കണ്ടത്. അതായത് ഇപ്പോൾ ഈ അമ്മ കണ്ടതിൻ്റെ ഈ റോഡിന് മറുവശത്ത് വെച്ചാൽ കണ്ടത്. ഒരു പുലി 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 2-3 സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പുലിയെ കണ്ടു എന്നുള്ള ഒരു വാർത്ത നമുക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ സ്വാഭാവികമായും വലിയ ഭീതിയിലാണ്. അപ്പോൾ കൃത്യമായും അധികാരികളുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ജനങ്ങൾക്കുണ്ടാകുന്ന ഭീതി അകറ്റുന്നതിനാവശ്യമായ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. നിരീക്ഷണ ക്യാമറകളടക്കം സ്ഥാപിച്ചുകൊണ്ട് ഈ പുലികൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനും അതിനെ നിയമപരമായ മറ്റ് നടപടികളിലേക്ക് പോകുന്നതിനും ബന്ധപ്പെട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. എന്തായാലും ഇതിനൊരു ഉറപ്പ് വരുത്തി ആളുകൾക്ക് ഭീതി ഉണ്ടാക്കാത്ത രീതിയിൽ, ആളുകൾക്ക് ഭയമില്ലാതെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം ഉണ്ടാകണം. ക്യാമറകൾ സ്ഥാപിക്കുക, പുലിയാണെങ്കിൽ കൂട് വെച്ചുകൊണ്ട് അതിനെ പിടിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കുക, ഫോറസ്റ്റിൻ്റെ പെട്രോളിംഗ് കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു നിവേദനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്. തീർച്ചയായും ഈ പ്രദേശം വല്ലാത്തൊരു ഭീഷണിയിലാണ്, ഭീതിയിലാണ്. ആ ഭീതി നീക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇവ ഉയർത്തുന്നത്. എന്തായാലും അജ്ഞാത ജീവിയായാലും അതൊരു പുലിയാണെങ്കിലും വേണ്ട ഇടപെടലിലൂടെ ഇവയെ പിടിച്ചുകെട്ടാനും അല്ലെങ്കിൽ ശക്തമായ നടപടികളുമായി വനംവകുപ്പ് രംഗത്തെത്തണമെന്നാണ് ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.